പിന്നീടുള്ള സ്റ്റോറീസ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് പ്രേക്ഷകർ കാണട്ടെ. എല്ലാം വളരെ ഹൃദയസ്പർശിയായ കഥകളാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന, നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കഥകളാണ്. ഗംഭീരമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്തിട്ടുണ്ട്. അനാർക്കലി ഉണ്ട്, രഞ്ജി പണിക്കറുണ്ട്, നിമ്ന ഉണ്ട്, വഫ ഖദീജ ഉണ്ട്, സ്മിനു സിജോ ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. നല്ല സ്റ്റാർ കാസ്റ്റും ആണ്. അതെ അതെ, എല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ്. പിന്നെ വഫയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല വളരെ ആക്റ്റീവായിട്ടുള്ള റിസപ്ഷനുള്ള വ്യക്തിയാണ്. ശരിക്കും ഡയാന പറഞ്ഞു കേട്ടിട്ടുണ്ട് സയന്റിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. അതൊക്കെ ചെറിയ പ്രായത്തിലാണ് ചേട്ടാ, അന്നറിയില്ലല്ലോ, നമുക്ക് അതിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകളുണ്ട്. ചെറിയ കുഞ്ഞായിരിക്കും, അതായത് പണ്ട് പരസ്യം വരും, എന്തായിരുന്നു എൻ്റെ അച്ഛൻ സയന്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ ടി വിയിൽ വരുമല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ വിചാരിച്ചു അപ്പൊ സയന്റിസ്റ്റ് ആകണം. കോട്ടൊക്കെ ഇട്ടിട്ട് പുതിയ ഓരോന്ന് പുതിയത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു പ്രത്യേകതരം വിലയാണല്ലോ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നീട് മനസ്സിലായ വളരെയധികം സ്റ്റുഡിയോസ് ആയി കഴിഞ്ഞാൽ ഇത് നടക്കത്തുള്ളൂ. ഞാനൊരു എബവ് ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ ഹോളി ഏഞ്ചൽസ് നല്ല സ്കൂളാണ്. ഓഫ് കോഴ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂളാണ് ഹോളി ഏഞ്ചൽസ്. അവിടെ ഇരുന്ന് 12th വരെയും പഠിച്ചത്. അതിനുശേഷം ഓൾ സയൻസിലോട്ടാണ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തത്. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഹോളി ഏഞ്ചൽസും കോട്ടൺ ഹില്ലുമായിട്ടൊക്കെ ഒരു അതെ, യുവജനോത്സവ സമയത്തൊക്കെ ഒരു വെരി ടൈറ്റ് കോമ്പറ്റീഷൻ. അതെ 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 അതെ. അത് പേരെടുക്കുന്ന തിരുവനന്തപുരത്തെ രണ്ട് നല്ല സ്കൂളുകൾ. അതെ അതെ അതെ. എന്നിട്ട് ഓൾ സയൻസിലാണോ ശരിക്കും തരികട പരിപാടികളൊക്കെ തുടങ്ങിയത്? അങ്ങനെയല്ലേ പരിപാടികൾ നടക്കില്ല. അയ്യോ, അത് എല്ലാരും വിചാരിക്കും ഗേൾസ് കോളേജ് ആണ് എന്ന് വിചാരിച്ചാലും ഞങ്ങൾക്ക് അങ്ങനെയല്ല. പിന്നെ ഞങ്ങൾക്ക് ആ മതിൽ കെട്ടിനുള്ളിലെ ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആണ്. കോളേജിനകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വൈകിട്ട് കോളേജ് വിടുമ്പോഴാണ് പുറത്തേക്ക് വരാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട്, അത് താണ്ടി വേണം പോകാൻ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്രയും ഞാൻ ഹോളി ഏഞ്ചൽസും അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ആയതുകൊണ്ട് അതുപോലത്തെ മാനേജ്മെന്റ് ആണ് അവിടെ. അപ്പം എനിക്ക് പൊതുവെ തോന്നിയില്ല, വളരെ എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് കുറച്ച് ഡിസിപ്ലിനൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര ബഹളം കാണിക്കുന്ന ഇഷ്ടമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. രസമായിരുന്നു, സ്കൂൾ കോളേജ് ലൈഫൊക്കെ ഭയങ്കര രസമായിരുന്നു. ഈ ആങ്കറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും വേറൊരു ജോലിയാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയമൊക്കെ സമയമില്ലായ്മയാണ്. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ മാത്രം വിചാരിച്ചാലും നടക്കില്ല. ഇത് മാനേജ് ചെയ്ത് പോവുക, ഓരോ ദിവസവും ഇങ്ങനെ ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് വരിക, ഉറക്കം കിട്ടാതിരിക്കുക, പ്രിപ്പറേഷൻസ് നടത്തുക, വലിയൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എനർജി എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇത് ആക്ച്വലി ചേട്ടൻ പറഞ്ഞത് വളരെയധികം കറക്റ്റാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഉറക്കമാണ്. കൃത്യസമയത്ത് നമുക്ക് ഉറങ്ങാൻ കിട്ടാറില്ല. നമുക്ക് ആ സമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ അടുത്ത ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നമുക്ക് നെക്സ്റ്റ് ഡേ രാവിലെ 6:30 കോൾ ടൈം, അല്ലെങ്കിൽ 6 o'clock കോൾ ടൈം. 9 മണിക്ക് നമുക്ക് ഫ്ലോറിൽ കയറേണ്ടി വരും. അപ്പോൾ പക്ഷേ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് ഇതൊക്കെ അങ്ങ് മറക്കും. അതെ, മറന്ന് നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം കാരണം ആ ഇഷ്ടം നമ്മുടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. പാരൻസ് അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന, കൂടെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയത് കാരണം നമ്മൾ ആ ഒരു രസത്തിൽ അങ്ങനെ അങ്ങ് പോകും. ബാറ്ററി ലോ ആകുമ്പോഴത്തേക്കും അയ്യോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ബാറ്ററി ലോ ആകുമ്പോഴത്തേക്കും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞ് ഒന്ന് സെൽഫ് ചാർജ്ഡ് ആകുമ്പോഴത്തേക്കും ബാക്ക് ഇൻ ആക്ഷൻ. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാറുണ്ട്. ഒരു ഹെക്ടിക് സ്കെഡ്യൂളിന് ശേഷം അടുത്ത ദിവസം ചിലപ്പം ഫുൾ ഡേ കിടന്ന് ഉറങ്ങുമായിരിക്കും, നല്ല ഫുഡ് കഴിക്കും, കുറച്ചൊന്ന് വെറുതെ ഇരിക്കും, അപ്പോൾ ഓക്കെ ആവും. ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും വിൽ ബി ഫൈൻ. ഇറ്റ്സ് വെരി കോമ്പറ്റീറ്റീവ് ഫീൽഡ്. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവത്തില്ല. പെട്ടെന്ന് അതെ, ഓഫ് കോഴ്സ് നമ്മൾ മാറുന്ന നമ്മുടെ പൊസിഷനിലേക്ക് വരാൻ എത്രയോ പേരുണ്ടല്ലോ. അതെ, പക്ഷേ ഈ ഫേസ് നേടിയെടുക്കുന്ന ഒരു സ്പേസിലേക്ക് വരും. പിന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം കാശൊക്കെ ചോദിച്ചാൽ തരുന്ന ഒരു സ്പേസിലേക്ക് വരുമല്ലോ. അവിടെ മുതലാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഡയാന വേണം എന്നുള്ള രീതിയിൽ കൊള്ളാമെന്ന് പറയുന്നത് ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷേ എങ്കിലും നമ്മൾ സർവൈവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയായിരിക്കും. കാരണം കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആണെന്നുള്ളത്. എപ്പോഴൊക്കെ ആയിരിക്കും അവിടം വരെ എത്തിയെന്നൊക്കെ ഒരു കുഞ്ഞു മനസ്സിനകത്ത് തോന്നുന്ന എൻ്റെ കരിയറിൽ എനിക്ക് വഴിത്തിരിവായത് സ്റ്റാർ മാജിക് എന്നുള്ള ഷോ ആണ്. ഫസ്റ്റ് മൂവി റിലീസായതിനു ശേഷമാണ് ഞാൻ പരിപാടിയിലേക്ക് വരുന്നത്. പക്ഷേ മൂവി റിലീസായിട്ടും ഇങ്ങനെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വളരെ റെയർ ആയിട്ട് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ.
എനിക്ക് ഗ്യാംബ്ലറിൽ നായികയല്ലേ എന്ന് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒയ്യോ അപ്പോൾ ഗ്യാംബ്ലർ കണ്ടിട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക തരം സന്തോഷമാണ്. പക്ഷെ പറഞ്ഞത് സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 5 വർഷം കഴിയുന്നു. അതിനുശേഷമാണ് ആൾക്കാരെന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയതും ഇപ്പോൾ ഈ കുട്ടി ഒരു അഭിനേത്രിയാണെന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയതും പിന്നെ എൻ്റെ ചിത്രങ്ങൾ ഇപ്പം ഞാനിപ്പോൾ സ്റ്റാർ മാജിക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എവിടെയോ കണ്ടു പറഞ്ഞൊരു കുട്ടി, ആ സിനിമയിലേക്ക് അഭിനയിക്കുന്നൊരു കുട്ടി, പക്ഷേ ഡയാന ഹമീദ് ആണെന്ന് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്, അതിന് സഹായിച്ചത് ഷോ തന്നെയാണ്. ആ പോയിന്റ് മുതലാണ് ഈ പറഞ്ഞതുപോലെ ചേട്ടൻ ചോദിച്ച ആ ഒരു സന്തോഷവും റെക്കഗ്നീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു തോന്നി തുടങ്ങിയത് ഈ ഷോയിൽ വന്നൊരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം. ഇമ്മീഡിയറ്റ് ആയിട്ടല്ല, പിന്നെ എടുത്ത് 2 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഓഫ് കോഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു. ആസ് എൻ ആങ്കർ ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് വൺസ് അപ്പോൺ എ ടൈം. അതുവരെ ഞാൻ കൈരളിയിലും കൗമുദിയിലും ഏഷ്യനെറ്റിലും കേരള വിഷനിലും ACVയിലും ഒക്കെ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ റെക്കഗ്നീഷൻ എന്നുള്ള സംഗതി നടന്നിട്ടില്ല. അത് പിന്നെ വെരി റീസെന്റ് ആയിട്ടാണ് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ പേരും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം ആവർത്തിച്ച് ഈ പരിപാടിയിൽ പറയുന്നുണ്ട് ഡയാന അത് ചെയ്തു, ഡയാന ഇത് ചെയ്തു. ഇപ്പോഴും തന്നെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു. പിന്നെ നമ്മളെ പേരെടുത്ത് കളിയാക്കുമ്പോഴത്തേക്കും അത് രജിസ്റ്റേർഡ് ആകുമല്ലോ. പലരും എന്നെ പുറത്ത് വെച്ച് കാണുമ്പോഴത്തേക്കും ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്ട് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടർ സ്റ്റിൽ എന്നെ ഒരു ഷോർട്ട് ഫിലിം അഭിനേത്രിയായിട്ട് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നോ TV യിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഷോർട്ട് മൂവീസിന് കുറച്ച് ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഉടായിപ്പ്, ലവ് യു ടീച്ചർ, പ്രണയവും, അങ്ങനെ എന്താ പറയാ ഒരു ലിസ്റ്റ് ഓഫ് പേരുകൾ തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ്. സജിയേട്ടാ സോറി, ഈ പറഞ്ഞ ഐ ലവ് യു ടീച്ചർ എന്നുള്ളത് അത്യാവശ്യം ഓക്കെ അതല്ലല്ലോ, വേറൊരു കഥ ഉണ്ട് പറഞ്ഞപ്പോഴാ. ഗ്യാംബ്ലറിൽ അഭിനയിക്കുന്ന സമയത്ത് ഫ്ലവേഴ്സ് TVക്ക് വേണ്ടിയിട്ട് വിമൻസ് ഡേ പ്രോമോ ആയിട്ടൊരു ഷോർട്ട് മൂവി വരെ ഇറക്കിയായിരുന്നു. അതിൽ ഞാനൊരു മഫ്തിയിൽ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് വരുന്നത്. അപ്പോൾ രാത്രി ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും 2 പേര് വന്നിട്ട് ഇങ്ങനെ പോരുന്നോന്ന് ചോദിക്കുമ്പോൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നു. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു പോലീസാന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നൊരു ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്കതിൽ നിന്ന് സിനിമകൾ വരെ വന്നിട്ടുണ്ട്. അതെ, അത് പക്ഷേ ഫ്രണ്ട് സർക്കിൾ ചെയ്ത ഒരു ഫ്ലവേഴ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ ചെയ്ത ഒരു വർക്കായിരുന്നു. പക്ഷെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഹിറ്റായ ഒരു ഷോർട്ട് മൂവി. അത് പക്ഷെ അങ്ങനെ ആകും എന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഞങ്ങളൊരു രാത്രി ഒരു 12 o'clock വെറുതെ പോയി ഷൂട്ട് ചെയ്തൊരു സംഗതി. പക്ഷെ അത് ഭയങ്കര ഹിറ്റായി. ദാറ്റ് ഈസ് ക്വൈറ്റ് സ്പെഷ്യൽ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സിനിമയ്ക്ക് കൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫിറ്റ് ആയിരിക്കണം. പക്ഷെ ഈ പ്രോഗ്രാമിന്റെ ഹെറ്റിക് വർക്കിന്റെ ഇടയിലൊന്നും ഡയറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മാനേജ് ചെയ്യും. ഇറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇപ്പം പ്രൊഡക്ഷനിൽ കുട്ടികളുണ്ടായിരിക്കുമല്ലോ. സോ അവർ ചിലപ്പോൾ എപ്പോഴും വെള്ളം കൊണ്ട് തരിക, ചേച്ചിക്ക് എന്താ വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് തരും. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറേ വ്യക്തികളുണ്ട്. ചില പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അസിസ്റ്റൻ്റായിട്ട് ആരെങ്കിലും സഹായത്തിന് കൊണ്ടുപോകും. അവർ നമ്മുടെ ഡയറ്റും കാര്യങ്ങളും നോക്കാൻ സഹായിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര വിഷമൊക്കെ പോകുമ്പോൾ സമയം കഴിഞ്ഞ് പോകുമല്ലോ, സമയത്ത് ഭക്ഷണം കഴിക്കാണ്ട് പിന്നെ ഒത്തിരി വിഷമം പോകുമ്പോഴത്തേക്കും കിട്ടുന്നത് കഴിക്കാറുണ്ട്. പിന്നെ വെറുതെ